രാജ്യത്തിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നായ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി നിർണായക വഴിത്തിരിവിലേക്ക്. പദ്ധതിയുടെ മൂന്നാമത്തെ തുരങ്കത്തിന്റെ നിർമ്മാണവും പൂർത്തീകരിച്ചു. നമസ്കാരം, ഞാൻ ജാസ്മിൻ. രാജ്യത്തെ ആദ്യ അതിവേഗ റെയിൽപാതയായ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ നിർമ്മാണം ഒരു സുപ്രധാന നാഴികക്കല്ല് കൂടി പിന്നിട്ടിരിക്കുകയാണ്. പദ്ധതിയുടെ മൂന്നാമത്തെ തുരങ്കത്തിന്റെ നിർമ്മാണം വിജയകരമായി പൂർത്തിയായതായി അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ പാൽഘർ ജില്ലയിലെ ദഹനു താലൂക്കിലെ അംബേസരി ഗ്രാമത്തിലാണ് പുതിയ തുരങ്കം യാഥാർത്ഥ്യമായത്. 417 മീറ്റർ നീളവും 14.4 മീറ്റർ വീതിയുമുള്ള പുതിയ തുരങ്കം ബുള്ളറ്റ് ട്രെയിനിന്റെ ഇരട്ടപ്പാതകൾ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മലനിരകൾ തുരന്നു നിർമ്മിച്ച ഈ തുരങ്കം പദ്ധതിയുടെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഘട്ടങ്ങളിലൊന്നായി കണക്കാക്കപ്പെട്ടിരുന്നു. ആധുനിക സാങ്കേതിക വിദ്യകളും കർശന സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ച് വെറും 5 മാസത്തിനുള്ളിലാണ് ഈ തുരങ്കത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. തുരങ്കത്തിന്റെ ഇരുവശത്തു നിന്നും നിയന്ത്രിത ഡ്രില്ലിംഗും സ്ഫോടന രീതികളും ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. കൃത്യതയും സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി പ്രത്യേക എഞ്ചിനീയറിംഗ് സംവിധാനങ്ങളും നിരീക്ഷണ സംവിധാനങ്ങളും ഉപയോഗിക്കുകയുണ്ടായി. പദ്ധതിയുടെ ഭാഗമായി പൂർത്തിയാക്കുന്ന മൂന്നാമത്തെ തുരങ്കമാണിത്. ഇതിനു മുമ്പ് ഈ വർഷം ജനുവരിയിൽ മഹാരാഷ്ട്രയിലെ സഫലയിൽ 1.5 കിലോമീറ്റർ നീളമുള്ള ആദ്യ തുരങ്കം പൂർത്തിയാക്കിയിരുന്നു. ഫെബ്രുവരിയിൽ 454 മീറ്റർ നീളമുള്ള രണ്ടാമത്തെ തുരങ്കവും നിർമ്മാണം പൂർത്തീകരിച്ചു. ന്യൂ ഓസ്ട്രിയൻ ടണലിംഗ് മെത്തേഡ് അഥവാ നാറ്റാം ഉപയോഗിച്ചാണ് ഈ തുരങ്കങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. പൂർത്തിയായ 3 തുരങ്കങ്ങളും വാബി ബോയ്സർ സ്റ്റേഷനുകൾക്കിടയിലുള്ള ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്രയിൽ ആകെ 7 തുരങ്കങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്നത്. ഇതിൽ 3 പൂർത്തിയായതോടെ ശേഷിക്കുന്ന 4 നിർമ്മാണവും അതിവേഗം പൂർത്തീകരിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ജപ്പാന്റെ സാമ്പത്തികവും സാങ്കേതികവുമായ സഹകരണത്തോടെയാണ് ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി നടപ്പാക്കുന്നത്. 508 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത മഹാരാഷ്ട്ര, ഗുജറാത്ത്, ദാദ്ര ആൻഡ് നഗർ ഹവേലി എന്നിവിടങ്ങളിലൂടെ കടന്നുപോകും. മണിക്കൂറിൽ 320 കിലോമീറ്റർ വരെ വേഗത്തിൽ ട്രെയിൻ സർവീസ് നടത്താൻ കഴിയുന്ന വിധത്തിലാണ് പാതയുടെ രൂപകൽപ്പന. ഈ പദ്ധതിയിൽ ആകെ 12 സ്റ്റേഷനുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 8 സ്റ്റേഷനുകളുടെ അടിസ്ഥാന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. റെയിൽവേ അടിസ്ഥാന സൗകര്യ വികസന രംഗത്തെ ഏറ്റവും വലിയ പദ്ധതികളിലൊന്നായ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ വിവിധ ഘട്ടങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരേ സമയം പുരോഗമിക്കുന്നുവെന്നത് ഈ പദ്ധതി അധികം വൈകാതെ യാഥാർത്ഥ്യമാകുമെന്നതിന്റെ സൂചനയാണ്. 2017 സെപ്റ്റംബറിൽ അഹമ്മദാബാദിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുൻ ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിൻസോ അബെയും ചേർന്നാണ് പദ്ധതിക്ക് തറക്കല്ലിട്ടത്. വർഷങ്ങളായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊടുവിൽ 2027 പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. രാജ്യത്തെ ഗതാഗത മേഖലയിൽ വലിയ മാറ്റത്തിന് വഴിയൊരുക്കാനൊരുങ്ങുന്ന ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി യാത്രാ സമയം ഗണ്യമായി കുറയ്ക്കുന്നു എന്നതിനൊപ്പം ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസന ചരിത്രത്തിലെ സുപ്രധാന അധ്യായമായും മാറുമെന്നതിൽ സംശയമില്ല. വാർത്തയുടെ നിറം തേടി തനിനിറം.